ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ട CD ഡീലക്സ് ആണ് വണ്ടി വർക്ക് ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണ്. അതുകൂടാതെ നമുക്ക് അതിൻ്റെ വയറിംഗ് ഹാർഡ്നെസ് ഫുള്ളായിട്ട് നമ്മൾ മാറ്റേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. കാരണം വണ്ടി പഴക്കത്തിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം വയറിങ്ങിന് കാണിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് പൊട്ടി കിടക്കുകയാണ്. നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാണ്. വീണ്ടും റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലയിൻ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ വയറിംഗ് കിറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനറൊക്കെ കിടക്കണേ വലിയ പഴക്കമായിട്ടില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അത് ഹബിൻ്റെ തേയ്മാനം കൊണ്ടാണ് ക്യാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നതാണ്. ഹബിന് ചെറിയ തേയ്മാനമുണ്ട്. ഹബിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ക്യാം തിരിച്ച് യൂസ് ചെയ്യുന്നത് കേട്ടോ. വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ടയറും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ ഉണ്ട്, ഉപയോഗിക്കാനുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് ചെറിയൊരു അടിയൊക്കെ ഉണ്ട്. അത് ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്. നമുക്ക് നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. കൂട്ടത്തിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ തന്നെയാണ്. ബാക്കിത്തെ പ്ലഗ്, എയർ ഫിൽറ്റർ പ്ലഗ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. പ്ലഗും വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് ബോഷ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററിയാണ്. 12 വോൾട്ടാണ്, 3 ആമ്പിയറിൻ്റെ ബാറ്ററി ഇതും ഇരിക്കുന്നത് കേട്ടോ. സാധാരണ നമുക്ക് 4 ആമ്പിയറാണ് വരാം. ഇത് 12 വോൾട്ടും 3 ആമ്പിയറാണ് ഇതും ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 12.98 റേഞ്ചിൽ കാണിക്കുന്നുണ്ട് വോൾട്ട്. അത്യാവശ്യം വോൾട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം. വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 2023 ബാറ്ററിയുടെ വർഷം. 2023 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് വന്ന വർക്ക്. നമുക്ക് എഞ്ചിൻ വർക്ക് കഴിഞ്ഞായിരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വന്ന റെഗുലർ സർവീസിൽപ്പെട്ട സർവീസാണ്. അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയറിംഗ് ഹാർഡ്നെസ് കംപ്ലയിൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഈ വന്ന ഭാഗത്ത്, ഈ ഹാൻഡിൽ തിരിയുന്ന ഈ ഭാഗത്തൊക്കെ ഈ വയർ പൊട്ടിപ്പോയിട്ട് ജോയിൻ്റ് അടിച്ച് നമ്മൾ കുറേ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ഒരെണ്ണം ചെയ്യുമ്പോൾ അടുത്ത് പൊട്ടും, ആ രീതിയിലാണ്. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് നോക്കിയതാണ്. അതിന് ശേഷമാണ് വയറിംഗ് കിറ്റ് മാറ്റുന്ന കേസ് പറഞ്ഞത്. അപ്പോൾ വയറിംഗ് കിറ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ബോഡി അടക്കം അഴിച്ചാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടി അഴിച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഹീറോ ഹോണ്ട ആയതുകൊണ്ട് തന്നെ പഴയ മോഡൽ CD ഡീലക്സ് ആണ്. അതുകൊണ്ട് ജെനുവിൻ പാർട്സ് അവൈലബിൾ അല്ല. കുറേ നമ്മൾ ഓർഡർ ചെയ്ത് നോക്കിയായിരുന്നു. അതിന് ശേഷം നമ്മളത് മിൻഡാന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. അത് കസ്റ്റമർ മേടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല, വേറെ ഓപ്ഷനില്ല. നമുക്ക് മേടിക്കാൻ കിട്ടാൻ മാർഗ്ഗമില്ല. ജെനുവിൻ പാർട്സ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. സ്പാർക്ക് മിൻറ്റയുടെയാണ് വയറിങ് നമ്മൾ സെറ്റ് ചെയ്ത് കയറ്റുന്നത്. കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. ഇതിപ്പോൾ കിട്ടാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുക, വേറെ ഓപ്ഷനില്ല. കമ്പനി കിറ്റിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുകയൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും കുറേ നാളത്തേക്ക് വേറെ പ്രോബ്ലം ഒന്നും കാണിക്കില്ല. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ നമുക്ക് ടെസ്റ്റിന് അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് തൽക്കാലം ഇൻഡിക്കേറ്റർ സിഗ്നൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞാണ്. അപ്പോൾ അത് നമുക്ക് ടെസ്റ്റിനകത്ത് എന്തെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ടെസ്റ്റ് വർക്ക് തൊട്ടടുത്ത് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്താലും മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നമുക്ക് വയറിംഗ് കിറ്റും മാറ്റി ഓയിൽ ചേഞ്ച് ചെയ്ത് ജനറൽ സർവീസായിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, വണ്ടി നാളത്തേക്കാണ് ആവുള്ളൂ. നാളെ വൈകിട്ട് എടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമുക്കതനുസരിച്ച് നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെയാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും വീഡിയോ അടക്കം വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.